welcome back to our family. അപ്പം നമ്മൾ ഓണപ്പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പം തിരുവനന്തപുരത്തേക്ക് ട്രാവൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഓണമൊക്കെ വെള്ളത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇന്നലെ പൂവൊക്കെ ഇട്ട് 5 മണിയായി. ഞങ്ങൾ രാത്രിയിൽ തന്നെ പൂവൊക്കെ അരിഞ്ഞു വെച്ച് വെളുപ്പിന് പൂവൊക്കെ ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചില്ല. നമ്മൾ രാവിലെ ഉറക്കം എണീക്കത്തില്ല. സോ അതുകൊണ്ടിട്ട് ഞങ്ങൾ പൂവൊക്കെ ഇട്ടിട്ട് കിടന്നപ്പോഴത്തേന് 6 മണിക്കാണ് കിടന്നത്. അതുകൊണ്ടിട്ട് ഉറക്കം എണീറ്റപ്പോഴത്തേനും ഒരു സമയമായി. ഞാൻ 9 മണിയപ്പോഴത്തേന് എണീറ്റ്. കാശി ബീബി രാത്രി ഉറങ്ങിയായിരുന്നല്ലോ. അപ്പം എണീറ്റ് വാവേനെല്ലാം സെറ്റാക്കി ഞാൻ സെറ്റാക്കിയിട്ട് പിന്നെയും 11 മണിയപ്പോൾ കിടന്നുറങ്ങി. ഗോകുവിനെ എണീറ്റത് 3 മണിക്കാണ്. പിന്നെ കിടന്നിട്ട് ഞാനും എണീറ്റത് 3 മണിക്കാണ്. ഉച്ചയ്ക്കത്തെ സദ്യയൊക്കെ കഴിയുന്ന ആ സമയത്താണ്. അതുകൊണ്ടിട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇട്ട അത്തപ്പൂക്കളം കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ വിചിത്രേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. വിചിത്രേച്ചി എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് എൻ്റെ ചേച്ചിനെ പോലെ തന്നെയാണ്. അവർ പുതിയ വീട് വെച്ചു. അപ്പോൾ അതിൻ്റെ പാല് കാച്ചാണിന്ന്. അങ്ങനെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പോവുകയാണ്. ആദ്യമേ പോയി അവർക്കുള്ളൊരു ഗിഫ്റ്റ് മേടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. സോ നമുക്ക് ഒരു കുട്ടി ട്രാവലിംഗ് വ്ലോഗ് കാണാം. തിരുവോണത്തിൻ്റെ വ്ലോഗ് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. ഉറക്കം ആയതുകൊണ്ടിട്ടാണ് കാണിക്കാത്തത്. ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. അത്യാവശ്യം വലിയ അത്തമാണ്. ഇന്നലെ ഞങ്ങൾ കുറേ പൂ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആലോചിച്ചു അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞ് തീരുന്നില്ല എന്നായപ്പോഴത്തേന് ഞങ്ങൾ ആലോചിച്ചു ഇത്രയും പൂക്കൾ മേടിക്കണ്ടായിരുന്നു, കിടന്ന് ഉറങ്ങായിരുന്നല്ലോ ചെറുതായിരുന്നെങ്കിലെന്ന്. പക്ഷേ സംഭവം നല്ല രസമുണ്ട്. മുറ്റം നിറഞ്ഞിരിക്കുക കണ്ട, മുറ്റം നിറഞ്ഞ അത്തപ്പൂക്കളായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. കുറച്ച് ഡിലേ ആയിട്ടേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ 28 ദിവസം ഓണമാണ് കേട്ടോ. 28 ഓണത്തിൻ്റെ അന്നാണ് നമ്മുടെ ഇവിടെ വീരഭദ്ര നടയിൽ ഉത്സവം. അതിൻ്റെയൊക്കെ വ്ലോഗായിട്ട് കാണിച്ചു തരാം. ഇപ്പം അല്ല, 28 ഓണത്തിൻ്റെ അന്ന്. അതുവരെയും നമുക്ക് ഓണം തന്നെയാണ്. 28 ദിവസവും ഓണം തന്നെയാണ്. അപ്പം നമ്മുടെ മെയിൻ ഓണം ഇന്നല്ല കേട്ടോ. വീട്ടിലെല്ലാവരെയും വിരുന്നൊക്കെ ക്ഷണിച്ചുള്ള ഓണം നാളെയാണ്. അപ്പം അതിൻ്റെയൊക്കെ വ്ലോഗും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. നിങ്ങളെ ശല്യം ചെയ്യാൻ വരും. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പം ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യും. ഞങ്ങൾ നേരെ കൊല്ലത്തുള്ളൊരു ഗിഫ്റ്റ് ഹൗസിൽ ഓണം വേണ്ടിയിട്ട് ഓപ്പൺ ആണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ പോയി ഈ ഗിഫ്റ്റാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു രവിവർമ്മ ചിത്രം, രവിവർമ്മ ഇല്ലേ, ഒരു പെയിൻറ്റിങ്, അതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും വലുത് നോക്കിയെടുക്കണം എന്നായിരുന്നു. ഇരുന്ന ഗിഫ്റ്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലുത് നോക്കിയാണ് ഞാനൊരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രെയിം പെട്ടെന്ന് സെലക്ട് ചെയ്ത് പക്ഷേ പാക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അവിടെ നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദേവിയും ഗോകും കൂടെ വീട്ടിലേക്ക് പോയി. ആ ടൈമിൽ ഞാൻ നമ്മുടെ ഐമാളുണ്ട് ഇവിടെ അഞ്ചാലമൂട്ടിലുള്ളൊരു മാളാണ് കേട്ടോ. അവിടുത്തെ ഐബേക്കിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് എടുത്തു. കാര്യം കുറച്ച് ലോങ് പോകണ്ടല്ലേ. സോ അതുകൊണ്ടിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആ ജെല്ലി ഉണ്ടല്ലോ, ഫ്രൂട്ട് പുഡിങ്, ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എടുത്തു. ഗോകുവിന് മിക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവന് വേണ്ടിയിട്ടൊരു മിക്സ്ചർ എടുത്തിട്ട്, വണ്ടിക്കകത്ത് മിക്സ്ചർ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ, പുള്ളിക്കാരന് ഇഷ്ടമുള്ളതുകൊണ്ടിട്ട്. പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഓരോ ഷവർമ്മയ്ക്ക് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണ വഴിക്ക് ഒരു തട്ടുകടയിൽ നിർത്തി. ഗോകു ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും തട്ടുകട കാണുമ്പോൾ നിർത്തും. കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി എവിടെ ഒരു മാമൻ വണ്ടിയുടെ ഗ്ലാസ്സിൽ അടിച്ചിട്ട് ഗ്ലാസ് ഇളകിപ്പോയി. അവരടിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരുവോണമല്ലേ, തമിഴനായിരുന്നു പുള്ളിക്കാരൻ. മനഃപൂർവ്വം അടിച്ചാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചു കേട്ടോ. അങ്ങനെ 500 രൂപ പോയി കിട്ടി. അങ്ങനെ ഞങ്ങൾ പാലുകാച്ചി വീട്ടിലെത്തി. എത്തിയപ്പം രാത്രി 11 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ വഴി തെറ്റിപ്പോയത് കൊണ്ടിട്ട് വീട്ടിൽ കയറാനായിട്ട് 12 മണിയായി. ഞങ്ങൾ 12 മണി വരെ റോഡിൽ വെയിറ്റ് ചെയ്ത് കിടന്ന് ഇവർ വന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. നല്ലൊരു വീട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര പടഭണ്ഡാരം പോലെയൊന്നുമല്ല, ഇത്തിരി ഒതുക്കമൊക്കെയുള്ള നല്ലൊരു വീട്. താഴെ ഒരു ഹോളും ഒരു കിച്ചണും ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും. മുകളിലേക്ക് താഴെ ഇത്രയേ ഉള്ളൂ കേട്ടോ പോർഷൻ. അത്ര ഭയങ്കര വലുതൊന്നുമല്ല, എന്നാലും എല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പാലുകാച്ചി കഴിഞ്ഞല്ലേ ഉള്ളൂ. മുകളിലേക്ക് പോകുമ്പോൾ 2 റൂം, മുകളിലേക്ക് പോയിട്ട് അങ്ങനെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം കാശി ബേബി നല്ല കരച്ചിലായിരുന്നു. ഞങ്ങൾ ചെന്ന് വീട് കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് ഉണ്ടായത്.
ഇതേ എൻ്റെ ബേബി ഉണർന്ന് കരയും അങ്ങനെ നിൽക്കണം. ഇത് ദേവീൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അണ്ണനെ നമുക്ക് ക്യാമ്പിൽ കൊണ്ടുവരണം. ചേട്ടൻ പോലീസിലാണ്, അപ്പോൾ അണ്ണനെ ക്യാമ്പിൽ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ ഇറങ്ങിയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മന്തി ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നതിന് മുമ്പ് അണ്ണനെ കൊണ്ടുപോയി വിട്ടിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് 5:15 ആയിട്ടുണ്ടായിരുന്നു. ഈ 5:15 ആയപ്പോഴും നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല. കൊട്ടാരക്കര ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നോർമലി ഞാൻ പറഞ്ഞ കണക്ക് NH വഴിയാണ് പോകാറുള്ളത്. ഈ ടൈം MC റോഡ് വഴി, അതായത് ട്രിവാൻഡ്രം കൊട്ടാരക്കര റൂട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കംഫർട്ടായിട്ട് തോന്നി. മറ്റേതാകുമ്പോഴത്തേന് കുണ്ടും കുഴിയായിട്ട് അയ്യോ എൻ്റെ പൊന്നോ പറ്റില്ല. ഇതാണ് സൂപ്പർ. അപ്പം ഇപ്പോൾ സമയം 5:17. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം വെട്ടമില്ല. ഗോകുൻ്റെ ഫോണിൽ ടോർച്ച് അടിച്ചാണ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ സമയം എന്തായാലും ഒരു 6 മണി അടുത്താവും. ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോണത്. സാധാരണ ഞങ്ങൾ പോണത് NH വഴിയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ MC റോഡ് വഴി വരുന്നത്. അതായത് കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പോത്തങ്കോട് നമ്മുടെ വെഞ്ഞാറമൂട് ഉണ്ടല്ലോ, വെഞ്ഞാറമൂട് വഴി ആദ്യമായിട്ടാണ് പോണത്. സോ ട്രാവലിംഗ് ഭയങ്കര സ്മൂത്തായിരുന്നു. അതുകൊണ്ടിട്ട് സാധാരണ NH വഴി പോകുമ്പോഴത്തേന് ഇപ്പോഴത്തെ റോഡ് പണി നടക്കുന്നതുകൊണ്ടിട്ട് മൊത്തം കുത്തിപ്പൊളിച്ച് കാര്യങ്ങൾ ഇട്ടേക്കുന്നതുകൊണ്ടിട്ട് പോകാൻ ഭയങ്കര പാടാണ്. ബേബി എൻ്റെ കയ്യിലില്ല കേട്ടോ. ബേബി ബാക്കിൽ ഉറക്കം കണ്ടാ കാണാൻ പറ്റും? ഇല്ല, കാണിച്ചു തരാം. ബാക്കിൽ ഞങ്ങൾ ബെഡ് സെറ്റ് ചെയ്ത് ഇപ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ മേടിച്ചിട്ട്. സെറ്റ് ആവില്ലോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് ഓക്കെയാണ്, കംഫർട്ടാണ്. അതുകൊണ്ടിട്ട് കുഞ്ഞിനെ ഉറക്കി ആദ്യം കിടക്കാൻ ഭയങ്കര മെനക്കേടായിരുന്നു. അവൻ കിടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നൈസായിട്ട് ഞാൻ ബാക്കിൽ പോയി കിടന്ന് പാല് കൊടുത്തിട്ട് ഉറക്കി. എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമ്പോൾ അവന് പിറ്റേ ദിവസം ആകുമ്പോൾ മേലുവേദനയൊക്കെ ആയിരിക്കുമല്ലോ. ഇതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടെന്ന് എനിക്ക് തോന്നി. സോ ഉറക്കി അവിടെ കിടത്തി. ദേവിയും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും പോകും മാത്രമാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ. കാര്യം കുഞ്ഞിനെ തനിച്ച് ബാക്കിൽ കിടത്തുന്നത് അത്ര പറ്റില്ല. അത്യാവശ്യം വലിയ ബെഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകും. ഇതാകുമ്പോഴത്തേന് അവളുടെ കൂട്ടത്തിൽ തന്നെ കിടന്നോളും. രണ്ടാളും സെറ്റായിട്ട് നല്ല ഉറക്കമാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കാര്യം ഇന്നലെ അത്തപ്പൂക്കൾ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാനും കോകിലും ദേവിയും ഉറക്കം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിക്കാണ് ഉറങ്ങിയത്. ഇന്നും 6 മണി. നാളെ വീട്ടിലെല്ലാവരെയും വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. സോ നാളത്തെ ഉറക്കം എഴുതിയെങ്കിലും കണക്കായിരിക്കും. 2 ദിവസത്തെ ഉറക്കം നിന്ന് കഴിഞ്ഞുണ്ടല്ലോ ഒന്നും. നമ്മൾ ഈ രാത്രി ഉറങ്ങുന്ന ഉറക്കമാണ് പെർഫെക്റ്റ്. ഞാൻ പണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. രാത്രിയിൽ 12:15 എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ടാവുന്നത്. 11:30 ആകുമ്പോഴത്തേന് റെഡിയായി നിൽക്കും. ക്യാബ് വരും, കൊണ്ടുപോകും. സോ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജോലി എനിക്ക് വെറുത്ത് പോയത് ആ ഒരു കാര്യം കൊണ്ടിട്ടായിരുന്നു. ഉറക്കമില്ല. രാത്രി 12 മണിക്ക് പോയിട്ട് പിറ്റേ രാവിലെ 8:45 നമുക്ക് ഷിഫ്റ്റ് കഴിയുന്നത്. ബട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഞാൻ എമിറേറ്റ്സിലായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 2 ഡേറ്റിൽ ചിലപ്പോൾ 9:30-10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ടിട്ട് ഉറക്കം കിട്ടത്തില്ല. പിന്നെ റൂമിൽ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. പകൽ ടൈം ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ബോഡിക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഈ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്. ഞാൻ അതുകൊണ്ടിട്ട് ചേച്ചി ഏവിയേഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്, ഏവിയേഷൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന പിള്ളേരോട് ഞാൻ പറയും, എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പോയി ഏവിയേഷൻ എടുക്കല്ലേ. ഞാൻ ആദ്യമേ +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. In 500 meters, turn left. എയർപോർട്ടിൽ ജോലി കിട്ടിയാൽ എങ്ങനെയാണെന്ന്. ഞാൻ ഫസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ എടുത്തതിന് ശേഷം എൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലായിരുന്നു. അതുമായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഞങ്ങളെ HR പറഞ്ഞ കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഗുണമില്ലെന്ന്. BSSൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. സോ നിങ്ങൾ ഏവിയേഷൻ എന്നല്ല ഏത് കോഴ്സ് എടുക്കുമ്പോഴും സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോയെന്ന് നോക്കിയിട്ടേ പോയി പഠിക്കാവൂ. എനിക്ക് അബദ്ധം പറ്റിയോണ്ടിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കൊല്ലത്താണ് ഞാൻ അത് ചെയ്തത്. Continue for 1 kilometer. ഏവിയേഷൻ
പോപ്പുലറായിട്ട് വരുന്ന ടൈമിലായിരുന്നു. Head north on Karikam. എയർ ഇന്ത്യ സാറ്റ്സിൻ അക്കാഡമിയിൽ തന്നെ BGR In 600 meters, turn left at Pulaman. എടുത്തതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടി. ഫസ്റ്റ് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിഫ എന്നാണ് തോന്നുന്നു, ബിഫ ആയുർവേദിക്സ് എന്നും പറഞ്ഞുകൊണ്ടിട്ട്. അവർ എയർപോർട്ടിൽ ജോലി തരുമെന്നാണ് നമ്മുടെ ഏവിയേഷൻ അക്കാഡമി നമ്മളോട് പറയുന്നത്. അത് എയർലൈൻ ആണോ Turn left at Pulaman Junction. സെക്ഷനിലാണോ എന്ന് പറയുന്നില്ലായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം അതൊക്കെയാണ്. നമ്മൾ വെറുതെ കൊണ്ട് 3-4 ലക്ഷമൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. കാര്യം ഇവർ Continue on. Head north on Kottarakara. ഇന്റർവ്യൂസ് തന്നു. അതിനകത്ത് ഒരെണ്ണം ഈ ബിഫയുടേതായിരുന്നു. അതിനകത്ത് എനിക്ക് സെലക്ഷൻ ആയി. Turn left onto Old. ഞാൻ പോയില്ല. പോഞ്ഞത് കാര്യമായി എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. കാര്യം എയർപോർട്ട് എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹാൻഡ്ലിങ്, എയർപോർട്ട് ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ജോലിക്ക് വിടുന്നത്. അന്നേരം ഒന്നും എനിക്ക് ചിന്തിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതൊരു എന്താ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ എയർപോർട്ടിൽ, അതുപോലൊരു കമ്പനിയിലായിരുന്നു ഒരു ജോലി എന്ന് പറഞ്ഞ്. Head northeast on Kottarakara. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ വേറെ In 300 meters, turn left onto Nit. ജോലി കിട്ടിയതിന് ശേഷമാണ് ജോലി കിട്ടി. അതിന് ശേഷമാണ് ഞാൻ Turn left onto Netaji Road. റിസൈൻ ചെയ്തിട്ട് കൊല്ലത്തൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ശ്രീരാജ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ഞാനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. സാറ് ഡിസ്റ്റൻ്റ് ആയിട്ട് Continue on Netaji Road for എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് head northeast on Kottarakara. പകുതി വെച്ച് നിർത്തിയിട്ട് പുള്ളിക്കാരൻ ദുബായിലായിരുന്നു. Turn right, then turn right. പിന്നെ ആൾ തിരിച്ചു വന്ന് ഞാൻ വർക്ക് ചെയ്ത കോളേജിൽ ഈ സാറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ ഏതോ ഒരു സബ്ജക്റ്റിൻ്റെ സാറായിരുന്നു. ഏത് സബ്ജക്റ്റാണ് മറന്നുപോയി. അപ്പം സാർ Head north on Kottarakara. അങ്ങനെ ആ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് In 500 meters, turn left toward Kottarakara. ഭാരതിയാറിൽ ചേർന്നിട്ട് ഞാനത് വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ചേർന്നത്. പക്ഷെ ഞാൻ എടുത്തില്ല, ഞാൻ എക്സാം എഴുതിയില്ല. പക്ഷേ ഈ സാറ് പറഞ്ഞിട്ട്, സാറിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ എല്ലാം എടുത്തത്. സാറ് പറഞ്ഞിട്ട് പോയി Turn left toward Kottarakara. എക്സാം എഴുതിയില്ല. സെക്കൻഡ് ഇയറിൻ്റെ ടൈമിൽ എനിക്ക് തോന്നുന്നു കൊറോണ ഇഷ്യൂസ് നടക്കുകയാണ്. അതുകൊണ്ടിട്ട് അന്ന് എക്സാം ഇല്ല. എല്ലാവരെയും പാസ്. Make a U-turn, then turn right. ഇയറിൽ Head north on Kottarakara. ഒന്ന് ചെയ്തിട്ട് അങ്ങനെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ട് എന്നോട് ഏവിയേഷൻ ചോദിക്കുന്ന പിള്ളേരോടെല്ലാം ഞാൻ പറയും, നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഏവിയേഷൻ എടുക്കണ്ട, നിങ്ങളൊരു ഡിഗ്രി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ജോലിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അത് കിട്ടിക്കോളും. വെറുതെ പൈസ, കാര്യം ഏവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാണ് പൈസ വാങ്ങുന്നത്. അതുകൊണ്ടിട്ട് അതേപോലെ തന്നെ പട്ടിപ്പണിയും സാലറിയും കുറവാണ് നാട്ടിൽ. പുറത്തൊക്കെ ആണെങ്കിൽ സാലറി Head north on Kottarakara. എയർലൈനിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 60-80 സാലറി ഉണ്ട്. Turn right, then make a U-turn. നാട്ടിൽ വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇത്രയും നേരം ഒരു ഡ്യൂട്ടി, ഞാൻ അതൊന്നല്ലോ പറഞ്ഞുകൊണ്ട് വന്നത്. Head northeast on Kottarakara. പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. In 200 meters, sharp right toward Kottarakara. ആൾക്ക് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. കാര്യം ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയാണ്. 4 മണിക്ക് ഇറങ്ങിയിട്ട് Sharp right toward Kottarakara. അവിടെ ഒരു 4 മണിക്ക് 4:30 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ഇറങ്ങുന്നത്. ഞങ്ങൾ ഗിഫ്റ്റ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു. Head north on Kottarakara. Adur Road. സ്റ്റാഫുകൾ ഭയങ്കര സ്ലോ ആയിരുന്നു. അവന്മാർ നിന്ന് In 400 meters, turn left onto അവന്മാർ നിന്ന് എഴഞ്ഞാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടിട്ട് ലേറ്റായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് സാധനം എടുക്കാനുണ്ടായിരുന്നു. കുഞ്ഞിന് ടൗലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് കൊല്ലത്ത് പോയിട്ടാണ് തിരിച്ച് turn left onto Alamcheril. പഞ്ഞാറമ്മൂട് പോണത്. അവിടെ ചെന്ന് പാലാച്ചി വീട്ടിൽ ചെന്നില്ല. ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് വഴി തെറ്റിപ്പോയി. അപ്പോൾ Continue on Alamcheril. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ ഞാൻ വീഡിയോ കട്ടാക്കിയത്. അപ്പം വീടിനടുത്ത് എത്താറായി. ഇവിടുന്നൊരു 10 മിനിറ്റ് വേണ്ടല്ലേ കുണ്ടറ എത്തി. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ മഴ തന്നെയായിരുന്നു. ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ഓണം തീരുന്നില്ലല്ലോ. പിന്നെ ഇന്ന് നെല്ലിദിനമാണ്. അപ്പം
നബിദിനാശംസകൾ. ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. നല്ല സുഖമായിട്ട് ഉറങ്ങട്ടെ.